മാത്രമല്ല കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ പോളിംഗ് ശതമാനം ഉണ്ടായ സമയത്ത് എല്ലാം ആണ് യു ഡി എഫിന് വിജയം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 77% വലിയ വിജയം ഉണ്ടായി. അതിനു മുമ്പ് 77-ലെത്തിയ സമയത്തും സമാനമായിട്ടുള്ള വിജയം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം കഴിഞ്ഞ തവണ യു ഡി എഫിന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ നിരാശരായി പോളിംഗ് ബൂത്തിലെത്തിയില്ല. അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന സമീപനമാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന നിരാശയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ശരിവെക്കുന്നതാണ് പോളിംഗിലെ അനുഭവം. ഇപ്പോൾ പാലക്കാട്ട് കാര്യമെടുത്താൽ പാലക്കാട്ട് തിളക്കമാർന്ന വിജയം LDFന് കൈവരിക്കാൻ കഴിയും. ഇപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജിലെ കുറവ് നമുക്ക് UDF പ്രതീക്ഷ അർപ്പിച്ചിരുന്ന 2 മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പാലക്കാടും പട്ടാമ്പിയിലും. പാലക്കാട് ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. പട്ടാമ്പിയിലും ഏതാണ്ട് 4-5% കുറവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചുപിടിക്കും. ഞങ്ങൾക്ക് തുടക്കം മുതലേ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ തുടക്കം മുതലേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ശരിവെക്കുന്നതാണ് പോളിംഗ് കഴിയുമ്പോഴുമുള്ള അനുഭവം. ഈ പൊന്നാനിയിലും കാര്യമായിട്ടുള്ള വോട്ടിങ്ങിൽ കുറവുണ്ടായിട്ട് ഇപ്പോൾ മിനിസ്റ്ററുടെ മണ്ഡലമായിട്ടുള്ള തൃത്താലയിൽ ഉൾപ്പെടെ പട്ടാമ്പിയിലും കുറവുണ്ടായിട്ട് ഈ സമസ്തയുടെ ഒരു മാറി നിൽക്കലൊക്കെ തന്നെ ആയിരിക്കും ഇതിനൊക്കെ ഒരു കാരണം? ഒരുപാട് ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും സമസ്തയ്ക്ക് സ്വാധീനമുള്ളൊരു പ്രദേശമാണല്ലോ പൊന്നാനി. സമസ്തയോട് ലീഗ് എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. വളരെ പ്രകോപനപരമായിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് പോളിംഗ് കഴിയുമ്പോഴുള്ള സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത്. തൃത്താലയിൽ നല്ല ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്കുണ്ടാവും. പച്ചക്കൊടി വിവാദം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നതാണ്. ഇന്നലെ KSMസ പ്രതികരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് യൂത്ത് ലീഗുകാർ വോട്ട് ചെയ്യാതെ മടങ്ങുന്ന സാഹചര്യം പൊന്നാനിയിൽ പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. ഈ കൊടി വിവാദമൊക്കെ തന്നെ ആയിരിക്കും പൊതുവിൽ കോൺഗ്രസ് സ്വീകരിച്ച ഒരു മതനിരപേക്ഷ നിലപാടിലുള്ള ചാഞ്ചാട്ടമുണ്ടല്ലോ, ആ ചാഞ്ചാട്ടമാണ് ഈ വലിയ തോതിൽ UDF അനുകൂല വോട്ടുകൾ വരാതിരിക്കാനുള്ള കാരണം. നിരാശരായിട്ടുള്ള UDF വോട്ടർമാർ കോൺഗ്രസിൻ്റെ BJPയോടുള്ള ഈ ഒരു മൃദുവായ സമീപനത്തിൽ അല്ലെങ്കിൽ ഒരു ഒത്തുകളിയിൽ നിരാശരായിട്ടുള്ള UDF വോട്ടർമാർ ബൂത്തിലെത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് എത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം ആ പ്രതീക്ഷകളെയെല്ലാം നിഷ്ഫലമാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ആ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്നാൽ LDFനൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ വോട്ടുകൾ കൃത്യമായി വന്ന് പോൾ ചെയ്തിട്ടുണ്ട്. BJP പല മണ്ഡലങ്ങളിലും വിജയിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തീരദേശ മേഖലയിൽ കാര്യമായി അവർ വോട്ട് നേടിയെന്നാണ് അവരൊരു പ്രതീക്ഷ പറയുന്നത്. 4-ാം തീയതി വരെ BJPക്ക് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാം. അതിനുള്ള മറുപടി 4-ാം തീയതി കിട്ടുമല്ലോ. അതെല്ലാം എങ്ങനെ വന്നതാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നിട്ടൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പോളിംഗിൻ്റെ തലേ ദിവസം ഇങ്ങനൊരു സാധനം വരുന്നത്. അതിനുള്ള മറുപടി കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.